സോ ഗൈസ്, ഐഫോൺ എക്സസ് ഡെഡ് ആയിട്ട് വന്നതാണ്. നമ്മളിപ്പോൾ ലെയർ സെപ്പറേറ്റ് ചെയ്യുകയാണ്. ഡിവൈസിൻ്റെ കണ്ടീഷൻ ഡി സിയിൽ കണക്ട് ചെയ്യുമ്പോൾ 130 mAh സ്റ്റക്കാണ്. അതുപോലെ തന്നെ ഫസ്റ്റ് പവർ ഐസി നമ്മൾ റീപ്ലേസ് ചെയ്ത് ചെക്ക് ചെയ്ത് നോക്കാനാണ് പോകുന്നത്. അപ്പോൾ ഇത് ഡിവൈസ് കൊണ്ടുവന്ന ടൈമിൽ ചാർജ് കയറുന്നില്ലെന്നായിരുന്നു കസ്റ്റമർ പറഞ്ഞത്. നമ്മൾ ഓപ്പൺ ചെയ്ത് ഡി സിയിൽ ചെക്ക് ചെയ്യുമ്പോഴാണ് ഇതിൽ 130 കൂടുന്നില്ല ആംബിയർ. നമ്മൾ പവർ ഐസ് റീപ്ലേസ് ചെയ്തിട്ടും സെയിം കണ്ടീഷനിൽ തന്നെയാണ് ഡിവൈസ് 128 mAh സ്റ്റക്കായിട്ട് തന്നെ നിൽക്കുകയാണ്. അപ്പോൾ നമുക്കിനി അടുത്തായിട്ട് ചെയ്യാനുള്ളത് CPU റീപോൾ ചെയ്തിടുക എന്നുള്ളതാണ്. അതുകൊണ്ട് CPU ഓൾറെഡി നമ്മൾ ഇപ്പോൾ റിമൂവ് ചെയ്തിട്ടുണ്ട്. CPU വർക്ക് ചെയ്യുമ്പോൾ നല്ലപോലെ ക്ലീൻ ചെയ്യേണ്ടതായിട്ടുണ്ട്. ഗമ്മ് വരുന്നുണ്ട്. ഗമ്മൊക്കെ നല്ല ക്ലിയറായിട്ട് ക്ലീൻ ചെയ്തില്ലെന്നുണ്ടെങ്കിൽ നമുക്ക് പ്രോപ്പർ ഫിക്സിങ് കിട്ടില്ല. അടുത്തായിട്ട് നമുക്ക് CPU ക്ലീൻ ചെയ്യുകയാണ്. നല്ല കെയർഫുള്ളായിട്ട് CPUവിലെ ഗമ്മെല്ലാം നല്ല രീതിക്ക് റിമൂവ് ചെയ്ത് മാറ്റിയില്ലെന്നുണ്ടെങ്കിൽ റീബോൾ ചെയ്യുമ്പോൾ നമുക്ക് അത് പ്രശ്നമായിട്ട് വരും. ഒരുപാട് ബോൾസ് അടുത്തടുത്തായിട്ടുള്ളതുകൊണ്ട് റീബോൾ ചെയ്ത് റീഫിക്സ് ചെയ്യുമ്പോൾ പ്രോപ്പർ റീബോളിംഗ് അല്ലെന്നുണ്ടെങ്കിൽ ഷോർട്ടേജ് സംഭവിക്കാനുള്ള ചാൻസ് ഉണ്ട്. അത് കാരണം നമ്മൾ CPU ഒക്കെ നല്ല രീതിക്ക് ക്ലീൻ ചെയ്തതിന് ശേഷമാണ് റീബോൾ ചെയ്യുന്നത്. നമ്മളുടെ ക്ലീനിങ് കഴിഞ്ഞിട്ടുണ്ട്. അടുത്ത പ്രോസസ്സാണ് നമ്മൾ CPU റീബോൾ ചെയ്യുക എന്നുള്ളത്. അപ്പം A12 CPU ആണിത് എക്സസിൽ വരുന്നത്. നമ്മൾ CPU റീബോൾ ചെയ്തിട്ടുണ്ട്. നമുക്കിനി നേരെ ബോർഡിലേക്ക് ഫിക്സ് ചെയ്ത് നോക്കാം. ബോർഡ് നല്ല രീതിക്ക് ക്ലീൻ ചെയ്ത് വെച്ചിട്ടുണ്ടായിരുന്നു. ഇനി നമുക്ക് അല്പം ഫ്ലെക്സൊക്കെ യൂസ് ചെയ്തതിന് ശേഷം പ്രോപ്പറായിട്ട് അലൈൻ ചെയ്തിട്ട് CPU നമുക്ക് ഫിക്സ് ചെയ്യാം. അതിനുശേഷം ഡി സിയിൽ കണക്ട് ചെയ്ത് നോക്കാം. ഡി സിയിൽ കണക്ട് ചെയ്യുമ്പോൾ ആംബിയർ റൺ ആകുന്നുണ്ട്. ഇനി അടുത്തായിട്ട് നമ്മളുടെ പ്രോസസ്സ് എന്ന് പറയുന്നത് ലെയർ ഫിക്സ് ചെയ്യുക എന്നുള്ളതാണ്. ലെയർ ഫിക്സ് ചെയ്യാനായിട്ട് ബോട്ടം ലെയറിലെയും അപ്പർ ലെയറിലെയും നിലവിലുള്ള ലെഡ് കംപ്ലീറ്റ് ആയിട്ട് നമുക്ക് ക്ലീൻ ചെയ്തതിന് ശേഷം ലെയർ റീബോൾ ചെയ്താണ് ഇടുന്നത്. അപ്പോൾ നമ്മൾ ക്ലീനിങ് കംപ്ലീറ്റ് ആയിട്ട് കഴിഞ്ഞിട്ടുണ്ട്. അടുത്തായിട്ട് നമ്മൾ ലെയർ റീബോൾ ചെയ്യുകയാണ്. അപ്പോൾ ലെയർ റീബോൾ ചെയ്തിട്ടുണ്ട്. ഇനി നമുക്ക് ഹീറ്റിംഗ് പ്ലാറ്റ്ഫോമിൽ വെച്ചതിന് ശേഷം ബോൾസ് സെറ്റാക്കാം. അതിന് ശേഷം നമ്മൾ ലെയർ ഫിക്സ് ചെയ്യാനാണ് പോകുന്നത്. അപ്പോൾ നമ്മളുടെ സർവീസ് ഇപ്പം ഏകദേശം കഴിഞ്ഞിട്ടുണ്ട്. നമുക്കിനി ബോർഡ് നേരെ ഫോണിലേക്കിട്ട് ക്ലോസ് ചെയ്ത് ഡിവൈസ് ഓൺ ആകുന്നുണ്ടോ എന്ന് ചെക്ക് ചെയ്ത് നോക്കണം. അപ്പോൾ കണക്റ്റേഴ്സ് എല്ലാം പ്രോപ്പറായിട്ട് കണക്ട് ചെയ്തതിന് ശേഷം ഡിസ്പ്ലേയും കണക്ട് ചെയ്ത് ഡി സിയിൽ ഫസ്റ്റ് റൺ ചെയ്ത് നോക്കുമ്പോൾ ഡിവൈസ് ഓണായിട്ട് വരുന്നുണ്ട്. അപ്പം ഡിവൈസ് ഇപ്പോൾ വർക്കിംഗ് ആണ്. നമുക്ക് കംപ്ലീറ്റ് ആയിട്ട് ക്ലോസ് ചെയ്തതിന് ശേഷം പ്രോപ്പറായിട്ട് എല്ലാം വർക്ക് ചെയ്യുന്നുണ്ടോ എന്ന് ചെക്ക് ചെയ്ത് നോക്കാം. അപ്പോൾ ഡിവൈസ് ഓണായി വരുന്നുണ്ട്. എല്ലാം നല്ല രീതിയിൽ പെർഫെക്റ്റായിട്ട് വർക്ക് ചെയ്യുന്നുണ്ട്. അപ്പം ഐഫോൺ എക്സസ് നോ പവറായിട്ട് വന്നായിരുന്നു. CPUവിൻ്റെ ഇഷ്യൂ ആയിരുന്നു. അപ്പോൾ നമ്മളത് സോൾവ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഇതുപോലുള്ള സർവീസിങ് വീഡിയോകൾക്കായിട്ട് ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്ത് വെച്ചോളൂ.